അരവിന്ദ് കേജ്രിവാൾ വളരെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഡൽഹി ഭരിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രിയാണ്. ആം ആദ്മി പാർട്ടിയുടെ തലപ്പത്തിരുന്നുണ്ട്. ആം ആദ്മി പാർട്ടി ഉണ്ടായത് തന്നെ അണ്ണാ ഹസാരെ നടത്തിയ ഒരു സമരം മൂലമാണ്. ഈ അണ്ണാ ഹസാരെ ഇറക്കി വിട്ടത് ആരാണെന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് ഇപ്പോൾ ജനങ്ങൾക്കൊക്കെ ഒരുമാതിരി അറിയാം. ഇവിടെ ഷീല ദീക്ഷിത് കുറേ വർഷങ്ങളായിട്ട് അവർ ഭരിച്ചുകൊണ്ടിരുന്നു ഡൽഹി. അപ്പോൾ ആ ഭരണം ഒന്ന് അവസാനിപ്പിക്കണം BJPക്ക്. അതല്ലാതെ അവിടെ വേറെ മാർഗമൊന്നുമില്ല. അതിന് കണ്ടുപിടിച്ച ഒരു മാർഗമാണ് അണ്ണാ ഹസാരെ. ഇപ്പോൾ ഈ അണ്ണാ ഹസാരെ ആരും കാണുന്നില്ലല്ലോ. ജന്തർ മന്ദറിൽ കൊണ്ടുവന്നിരുത്തി അണ്ണാ ഹസാരയെ ഇരുത്തി അവിടെ അങ്ങോട്ട് സമരം നടത്തി. അതിന് വലിയ പബ്ലിക് സപ്പോർട്ട് കിട്ടി. അയാളുടെ ആവശ്യം എന്ന് പറയുന്നത്, അന്നത്തെ ആവശ്യം ലോക്പാൽ കൊണ്ടുവരണം എന്നുള്ളതാണ്. ഏതെങ്കിലും വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിമാർക്ക് അവർക്ക് BMW കാറും ഒക്കെ വാങ്ങിച്ചു കൊടുത്തിരുത്തുന്നതാണ് ഈ പോസ്റ്റ്. അല്ലാതെ ഇതുകൊണ്ട് യാതൊരു എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ ലോക്പാൽ വന്നിട്ട്? ഞാനൊന്നും കണ്ടിട്ടില്ല. ഇതാ ഞാൻ പറഞ്ഞത്, ഇതിന് ഉണ്ടാകുന്ന പ്രയോജനം ഞാൻ പറഞ്ഞതാണ്. പക്ഷേ അത് കഴിഞ്ഞു. അപ്പോൾ ഈ അണ്ണാ ഹസാരയുടെ തണലിലാണ് അരവിന്ദ് കേജ്രിവാൾ വളർന്നു വന്നത്. അരവിന്ദ് കേജ്രിവാൾ എന്ന് പറയുന്നത് ചില്ലറക്കാരനൊന്നുമല്ല, വളരെ വലിയ മിടുക്കനാണ്. IIT പ്രോഡക്റ്റാണ് അയാൾ. IITയിൽ നിന്ന് പാസ്സായ ആളാണ്. അത് കഴിഞ്ഞിട്ട് സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതി IRS എടുത്തു. ആ IRS രാജിവെച്ചിട്ടാണ് അയാൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. ബുദ്ധിമാനാണ്. അപ്പോൾ അതെഴുതി ഇറങ്ങി. അവർ ചൂലാണ്, അതായത് അവിടെ ഡൽഹി തൂത്ത് വെടിപ്പാക്കുക എന്നുള്ള രീതിയിലാണ്, ചൂലാണ് അവരുടെ ചിഹ്നമായിട്ട് കൊണ്ടുവരുന്നത്. ഏതായാലും ഈ ചൂലും കൊണ്ടുവന്നു. അതങ്ങ് ക്ലച്ച് പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണം വളരെ കാര്യമായിട്ട് ഡൽഹിയിലങ്ങ് കിട്ടി. ഡൽഹി മാത്രമല്ല, ഡൽഹി കഴിഞ്ഞിട്ട് അടുത്ത സംസ്ഥാനങ്ങൾ വരെ, പഞ്ചാബ്, ഇപ്പോൾ പഞ്ചാബിൽ ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്. പഞ്ചാബ്, രാജസ്ഥാൻ, ഹരിയാന തുടങ്ങിയ സ്റ്റേറ്റുകളിലൊക്കെ ഇവർക്ക് ആളുകളുണ്ടായി. ഈ പാർട്ടി ഇങ്ങനെ വളരുന്നത് BJP വളരെ ഭയവിഹ്വലരായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗുജറാത്തിൽ ഏതാണ്ട് 4 സീറ്റാണോ 6 സീറ്റാണോ കിട്ടി കേജ്രിവാളിന്, ആം ആദ്മി പാർട്ടിക്ക് കിട്ടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അതോടുകൂടി ഇവർക്ക് എങ്ങനെയെങ്കിലും ഇയാളെ വലിച്ച് താഴെ ഇടണം. അതിനുള്ള മാർഗം നോക്കിയിരുന്നപ്പോൾ ഒന്നുമില്ല, കിട്ടുന്നില്ല. അങ്ങനെ വീണ് കിട്ടിയതാണ് ഡൽഹിയിലെ ലെഫ്റ്റനൻറ്റ് ഗവർണർ. അത് എപ്പോഴും നോക്കിക്കോണം, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആളായിരിക്കും. അയാൾ ഒരു റിപ്പോർട്ട് കൊടുത്തു കേന്ദ്ര ഗവൺമെൻറ്റിന്. ഒരു മദ്യനയ അഴിമതി സംബന്ധിച്ചിടത്തോളം കൊടുത്തു. അവിടെ ഈ മദ്യം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിനല്ലാതെ മദ്യം വിൽക്കാൻ പാടില്ലാത്തതാണ്. ഡൽഹിയിലെ യൂണിയൻ ടെറിട്ടറി ആണല്ലോ, സ്റ്റേറ്റ് കൊണ്ടില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ മദ്യനയം ഉണ്ടായി. ഈ യഥാർത്ഥത്തിൽ അത് ഈ പ്രൈവറ്റായിട്ട് ഉള്ള പാർട്ടിക്ക് കൊടുക്കാൻ ആയിട്ട് ഉള്ള ഒരു തീരുമാനം എടുത്തു. അതുമൂലം ഗവൺമെൻറ്റിന് റവന്യൂവും കിട്ടും. അതിൽ വലിയ അഴിമതി നടന്നു എന്നും പറഞ്ഞാണ് ഈ പരാതി കൊടുത്തത്. അങ്ങനെ അതിൻ്റെ വകുപ്പ് മന്ത്രി മനീഷ് സിസോദിയ അയാളെ അറസ്റ്റ് ചെയ്തു. ആ കേസെടുത്തു. CBIക്ക് അങ്ങ് അന്വേഷണം കൊടുത്തു, അറസ്റ്റ് ചെയ്തു. 530 ദിവസം ഈ സിസോദിയ ജയിലിൽ കിടന്നു. 530 ദിവസം. അത് കഴിഞ്ഞാൽ ജാമ്യം കിട്ടിയത്. അപ്പോൾ ആ കേസിൽ അന്ന് കേജ്രിവാൾ പ്രതിയല്ല. പക്ഷേ പിന്നീട് ബുദ്ധിപരമായിട്ട് CBI എന്താ ചെയ്യുന്നതെന്ന് നമുക്കറിയാമല്ലോ, ആർക്ക് വേണ്ടിയാണെന്ന്. ഈ അരവിന്ദ് കേജ്രിവാളിനെയും കൂടെ അങ്ങ് പ്രതിയാക്കി കഴിഞ്ഞ ഉടനെ അത് കഴിഞ്ഞാൽ പിന്നെ ഇയാൾ പല പ്രാവശ്യം ഇയാൾക്ക് നോട്ടീസ് കൊടുത്തു. അതിനെല്ലാം കേജ്രിവാൾ കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങുകയൊക്കെ ചെയ്തു. അങ്ങനെ ആ സ്റ്റേ ഇല്ലാതായ സമയത്ത് നേരെ വന്ന് കേജ്രിവാളിനെ പൊക്കിക്കൊണ്ട് പോയി അറസ്റ്റ് ചെയ്ത്. മുഖ്യമന്ത്രിയുടെ ഭവനത്തിൽ നിന്നാണ് ഈ കൊണ്ടുവന്നത്. മുഖ്യമന്ത്രിയുടെ ബംഗ്ലാവിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ഏതാണ്ട് 126 ദിവസമോ എങ്ങാണ്ട്, 156 ദിവസം എങ്ങാണ്ട് കേജ്രിവാൾ അകത്ത് കിടന്നു. അത് കഴിഞ്ഞാണ് ജാമ്യം കിട്ടിയത്. കഴിഞ്ഞ ഇലക്ഷന്, അതായത് നിയമസഭാ ഇലക്ഷന് ഒരു 10 ദിവസം അയാൾക്ക് പ്രവർത്തിക്കാനുള്ള അധികാരം കൊടുത്തു കോടതി. ഈ കോടതികളെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ ഇതിനകത്ത് ഒരു തെളിവും ഒന്നുമില്ലാതാണ് അയാളെ ഈ അറസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്.
ശരത് റെഡ്ഡി എന്ന് പറയുന്ന ഒരാളാണ് ഈ കമ്പനിയുടെ, ഈ മദ്യ കമ്പനിയുടെ ആയിട്ട് ബന്ധപ്പെട്ട ആൾ. അയാളെ യഥാർത്ഥത്തിൽ അയാൾ ഇതിൽ പ്രതിയായിരുന്നു. അപ്പോൾ അയാൾ വളരെ വലിയ കോടീശ്വരനാണ്. അയാൾ എന്ത് ചെയ്യുന്നറിയോ? അയാൾ ബുദ്ധിപരമായിട്ട് ഇത് BJP ചോർന്നു. അതോടുകൂടി അയാളുടെ പേര് കേസില്ല. അയാളെ മാപ്പ് സാക്ഷിയാക്കി, അക്കംപ്ലിസ് ആക്കിയിട്ട് ബാക്കി അന്വേഷണം അങ്ങ് നടത്തുകയാണ്. ഏതാണ്ട് 1500 പേജുള്ള കുറ്റപത്രമാണ് അവസാനം അങ്ങോട്ട് കൊടുത്തത്. അത് ഇന്നലെ കോടതി എടുത്ത് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു, പറഞ്ഞു ഈ പ്രതികളെയൊക്കെ അങ്ങ് ഡിസ്ചാർജ് ചെയ്ത്. കാരണം ഒരു തെളിവുമില്ല, ഒന്നുമില്ല, ഒരു തെളിവും കളക്ട് ചെയ്തിട്ടില്ല, യാതൊരു തെളിവുമില്ല. ഈ കോടിക്കണക്കിന് രൂപ, ഏതാണ്ട് 300 കോടി രൂപയുടെ അഴിമതി എന്നാണ് പറഞ്ഞത്. 1 രൂപ പോലും റിക്കവറി നടത്തിയിട്ടില്ല. ഇത് എവിടെ പോയി? ഈ രൂപ വാങ്ങിച്ചാൽ എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? ഈ പണം ഗോവയിലെ ഇലക്ഷൻ ഉപയോഗിച്ചു എന്നുള്ളതാണ് അങ്ങ് പറഞ്ഞേക്കുന്നത്. അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ ഇവർക്ക്, CBIക്ക്. അപ്പോൾ നമ്മൾ കാണണം, എവിടെ ഇലക്ഷൻ വന്നാലും ഈ പ്രതിപക്ഷക്കാരെ വേട്ടയാടാൻ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഉപയോഗിക്കുന്ന 2-3 മെക്കാനിസങ്ങളുണ്ട്. ഒന്ന് CBI, പിന്നെ 2 ED. ED അങ്ങ് പറഞ്ഞു വിടും. എന്തിനാ പറഞ്ഞു വിടുന്നതെന്ന് വെച്ചാൽ അവന്മാർക്ക് ഇവർക്ക് ഓട്ടം അങ്ങനെ കളിച്ചാൽ ബംഗാളിൽ പോയി കളിച്ചത്. അത് മമത എല്ലാം കൂടെ ചുരുട്ടി കൂട്ടി യവന്മാരെ എഴുതാണ്ട് എടുത്ത കൂടുക എല്ലാം കൂടെ പിടിച്ചു കുറച്ചുകൊണ്ടങ്ങ് പോയി അവർ വിചാരിച്ചപ്പം. പക്ഷെ ഇവിടെ കേജ്രിവാളിന് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഏതായാലും ശരി, ഇവരിതുപോലെ ചെയ്തുകൊണ്ടിരിക്കും. അതായത് UPA സർക്കാർ 10 വർഷം ഭരിച്ചപ്പോൾ 26 കേസുകളാണ് ED രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആകെ 26. അതിൽ 14 എണ്ണം മാത്രമാണ് അന്നത്തെ പ്രതിപക്ഷത്തിലുണ്ടായിരുന്നവരുള്ളത്. ബാക്കി 12 എണ്ണവും സ്വന്തം പാർട്ടിക്കാരൊക്കെ തന്നെ. നേരെ മറിച്ച് നമ്മുടെ മോദിയുടെ ഭരണത്തിൻ്റെ കീഴിൽ ഏതാണ്ട് 10 വർഷം കൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട, അത് ED കേസെടുത്ത 200-ലേറെ പേർക്കാണ് എതിരെയാണ് കേസ്. 200-ലേറെ കേസുകളാണ് എടുത്തിട്ടുള്ളത്. അതിലെ 95% പ്രതിപക്ഷ നേതാക്കൾക്ക് എതിരെയാണ്. അപ്പോൾ നമുക്ക് നാഷണൽ ഹെറാൾഡ് കേസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കും. അതായത് നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്ന അതിൻ്റെ പുറകിലുള്ള ഒരു കമ്പനിയുടെ, അവരുടെ ഏതാണ്ട് 2000 കോടി രൂപയുടെ സ്വത്ത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മറ്റ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും കൂടെ ചേർന്നുകൊണ്ട് 50 കോടി രൂപയ്ക്ക് മറിച്ച് വാങ്ങിച്ചു എന്നാണ്. ആ ജേർണലിസ്റ്റ് എന്ന് പറയുന്ന ആ കമ്പനിയുടെ കടം കോൺഗ്രസ് ഏറ്റെടുത്ത് തീർക്കാൻ പോകുന്നത് ഏത് വ്യക്തി കള്ളപ്പണമാവുമെന്നാണ് സോണിയാഗാന്ധി ചോദിക്കുന്നത്. ന്യായമായ ചോദ്യമാണ്. ഏതായാലും അതിൽ കുറ്റപത്രം കൊണ്ട് ഇതുപോലെ കൊടുത്തപ്പോൾ ആ കോടതി അത് എടുത്തു വെച്ച് നോക്കിയിട്ട് ഇതിനകത്ത് ഒന്നുമില്ല, ഇതിനകത്ത് ഒരു തെളിവും കളക്ട് ചെയ്തിട്ടില്ല, യാതൊരു കാര്യമില്ല എന്നും പറഞ്ഞ് അത് FIRൻ്റെ പറയുന്നതും ആയിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് കുറ്റപത്രത്തിലുള്ളതെന്ന് പറഞ്ഞ് കൈ തിരിച്ചു കൊടുത്തു. അതാണ് സംഭവം. ഇനി ഇതുപോലെ തിരിച്ചടിക്കും. ഇപ്പോൾ കേജ്രിവാളിനെ എന്തിനീ 156 ദിവസം ജയിലിലിട്ടു എന്ന് അയാൾ ചോദിക്കുന്നത് ന്യായമായ ചോദ്യമല്ലേ? അയാൾ ഇന്നലെ പൊട്ടിക്കരയായിരുന്നു മാധ്യമങ്ങളുടെ മുമ്പിൽ. കാരണം എൻ്റെ പ്രതിച്ഛായ മുഴുവൻ തകർത്തു, എൻ്റെ പാർട്ടി മുഴുവൻ തകർത്തു. ആ പാർട്ടി തകർക്കാൻ വേണ്ടി ചെയ്തതാണ്, അത് നരേന്ദ്രമോദിയും അമിത്ഷായും കൂടെ ചെയ്തതാണ് എന്ന് അയാൾ വിളിച്ചു പറയുന്നു. അവർ തമ്മിലുള്ള ഗൂഢാലോചനയാണ് ഇതിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞു. എന്തോ ആവട്ടെ, അതിന് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്, സംഭവം സത്യവുമാണ് അയാൾ പറഞ്ഞേക്കുന്നത്, തെറ്റൊന്നുമില്ല. ഏതായാലും ജന്തർ മന്ദറിൽ ഇന്നലെ അയാളൊരു ഓപ്പൺ റാലി ഇന്നലെ ഡൽഹി നടത്തി. ഇന്ന് ജന്തർ മന്ദറിൽ ഒരു വലിയ റാലി നടത്താൻ പോവുകയാണ്, ജനങ്ങളുടെ അനുഗ്രഹം തേടിയുള്ള ഒരു റാലി. അയാൾ പറഞ്ഞത് എന്താണെന്നറിയുക? ഇന്നത്തെ കാലത്ത് അവിടെ ഇലക്ഷൻ നടത്തിയാൽ 10 സീറ്റ് പോലും BJPക്ക് ഡൽഹി കിട്ടത്തില്ലെന്നാണ് അയാൾ പറയുന്നത്. അത് നമുക്ക് കാത്തിരുന്ന് കാണാൻ. അവിടെ ആളുകൾ നോക്കിയപ്പോൾ എന്താണെന്നറിയുമോ? ഇയാൾ ഇത്രയും പ്രതിച്ഛായ, അതായത് അഴിമതിരഹിതമായ ഒരു ഭരണം കൊണ്ടുവരും എന്നുള്ള വിശ്വാസത്തിൽ ഇയാൾ കൂട്ടുകൊടുത്തതാണ്. ഇയാൾ വലിയ അഴിമതിക്കാരനാണ് എന്ന് പറഞ്ഞു. ഗീബൽസിയൻ തന്ത്രം എന്ന് പറയും. ഒരു തവണ ഒരാൾ ഒരു വലിയ നുണ പറഞ്ഞു കഴിഞ്ഞാൽ ആരും കേട്ടാൽ വിശ്വസിക്കത്തില്ല. പക്ഷേ ഈ നുണ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നാലോ, ഒരു കുറേ നാൾ കഴിയുമ്പോൾ ഈ നുണ അങ്ങ് ശരിയാവും. അതാണ് ഗീബൽസിയൻ തന്ത്രം. അതാണ് BJP അവിടെ പയറ്റിയത് കേജ്രിവാളിനെതിരെ. ഏതായാലും കേജ്രിവാൾ വലിയ അഴിമതിക്കാരനായിട്ട് അങ്ങ് ചിത്രീകരിക്കപ്പെട്ടു. സിസോദിയെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളെ വാതുറക്കാൻ അറിയാവുന്ന എല്ലാത്തിനെയും അറസ്റ്റ് ചെയ്തു, അകത്തിട്ടു. എന്നിട്ട് അവിടെ ഇലക്ഷൻ ജയിച്ചു.
അവിടെ മത്സരിച്ച കേജ്രിവാൾ പോലും തോറ്റുപോയി. അതാണ് സംഭവം. അതിൻ്റെ കാരണം ഇതാണ്, ജനങ്ങളുടെ മനസ്സിൽ അയാൾ അഴിമതിക്കാരനായിട്ട് ചിത്രീകരിക്കപ്പെടുന്നു. ഇതാണ് പ്രശ്നം. ഇനി അത് തിരിച്ചടിക്കാൻ സമയമൊന്നും വേണ്ട തിരിച്ചു വരാൻ. കാരണം അയാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അയാൾ ബുദ്ധിമാനാൻ മിടുക്കനാണ്. അപ്പോൾ അയാളുടെ വാക്കുകൾ ആളുകൾ കേൾക്കാനിടയായി കഴിഞ്ഞാൽ പോക്കാണ് ഇത് സംഭവം. ഒരു തെളിവുമില്ലാതാണ് അറസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ കോടതി വെച്ചു പറഞ്ഞത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അതിനകത്ത്. ശരത് റെഡ്ഡി, ഒരു CBI കോടതിയാണ് ഈ വിധി ഇത് പറഞ്ഞേക്കുന്നത്, ഇവരൊക്കെ ഡിസ്ചാർജ് ചെയ്ത്. ഈ ശരത് റെഡ്ഡി എന്നയുടെ മൊഴി മാത്രം, അതായത് അയാൾ അക്കംപ്ലിസാണ്, മാപ്പ് സാക്ഷി, ഇയാളുടെ മൊഴിയെ മാത്രം വിശ്വസിച്ചുകൊണ്ടൊന്നും ഇത് എടുക്കാൻ പറ്റില്ല. കാര്യം എന്തെന്നറിയോ, നിയമത്തിൻ്റെ പ്രാഥമിക തത്വമാണ് എവിഡൻസ് ഓഫ് ടെസ്റ്റിമണി ഓഫ് ആൻ അക്കംപ്ലിസ് ഈസ് അൺവർത്തി ഓഫ് ക്രെഡിറ്റ് until it is corroborated in material particulars. അതായത് ഒരു മാപ്പ് സാക്ഷിയുടെ മൊഴി സ്വീകരിക്കാനേ പറ്റത്തില്ല സാധാരണഗതിയിൽ, അല്ലെങ്കിൽ അത് കൊറാബറേറ്റ് ചെയ്തിരിക്കണം മറ്റ് എവിഡൻസുകൾ കൊണ്ട്. അതിൻ്റെ മെറ്റീരിയലായിട്ടുള്ള എല്ലാം, അതായത് അതിൻ്റെ അകത്തുള്ള എല്ലാ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊറാബറേറ്റ് ചെയ്യണം. വേറെ എവിഡൻസ് വേണം, ഇല്ലെങ്കിൽ ഈ അക്കംപ്ലിസിൻ്റെ മൊഴിക്ക് യാതൊരു വിലയില്ല. ഇത് നിയമമാണ് ഞാനീ പറഞ്ഞത്. അതാണ് കോടതിയും പറഞ്ഞത്. ഇവർ ഇതുപോലെ ഇപ്പോൾ നോക്കിക്കോളും, ഈ ED അങ്ങോട്ട് അന്വേഷണം നടത്തും, ED അന്വേഷണം നടത്തും, അല്ലെങ്കിൽ CBI അന്വേഷണം നടത്തും. അന്വേഷണം പെട്ടെന്ന് നിൽക്കും. കാര്യം എന്താണെന്നറിയോ, ഈ അന്വേഷണം നേരിടേണ്ടവർ ഒന്നുകിൽ BJP ചേരണം, അല്ലെങ്കിൽ NDAയുടെ ഭാഗമാവണം, മതി. അപ്പോൾ അവിടെ അന്വേഷണം നിൽക്കും. നമ്മൾ ഒരുപാട് കണ്ടതാണ്. ഝാർഖണ്ഡിൽ ഇതേപോലെ ഹേമന്ത് സോറനെ ഇതേപോലെ പെടുത്തിയതാണ്. അയാളെ അവിടുത്തെ നിയമസഭാ ഇലക്ഷന് മാസങ്ങൾക്ക് മുമ്പ് അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലായി. നമ്മൾ കണ്ടതാണ്. പല സ്റ്റേറ്റുകളിലും നമ്മൾ കണ്ടതാണ്, പല സംസ്ഥാനങ്ങളിലും. ഇവിടുന്ന് കേരളത്തിൽ നടക്കാത്തതിൻ്റെ കാരണം ഇവിടെ പ്രബലമായ UDFും LDFും ഉള്ളതുകൊണ്ടാണ്. അപ്പം അത് മൂലം ഇവിടെ NDAക്ക് ക്ലച്ച് പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവിടെ ഉള്ളവരെ അറസ്റ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനും ഒക്കെ എന്നേ അകത്തായിപ്പോയനെ, അല്ലെങ്കിൽ അവർക്ക് EDയുടെ നോട്ടീസ് വന്നു കഴിഞ്ഞാൽ, അങ്ങനെ ഓരോരുത്തർക്ക് വരുന്നുണ്ട്, വന്നു കഴിഞ്ഞാൽ അവർ പോയി ഞാൻ വിനീത വിധേയരായിട്ട് ഞാൻ അങ്ങ് ചെന്നേക്കാം എന്ന് പറഞ്ഞിട്ട് അവർ കൊടുക്കും. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒത്തു കൊടുക്കണം ഇലക്ഷന്. അതൊക്കെ ചിലർ ചെയ്യുന്നുണ്ടെന്നും ഇല്ലെന്നും ഒക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഏതായാലും ശരി, നമുക്ക് ഇതുപോലുള്ള കളികൾ നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ ഇത് കേന്ദ്ര ഗവൺമെൻറ് വലിയ തിരിച്ചടിയായി. കാരണം ഇലക്ഷൻ എടുക്കുമ്പോൾ EDയെ ഇറക്കി വിട്ട് ഇലക്ഷൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഇവർ ശ്രമിക്കുന്നു. CBI ED പോലുള്ള പ്രസ്ഥാനങ്ങളെ ഇറക്കി വിട്ടിട്ട് ഇത് ചെയ്യുന്നു. ഇലക്ഷൻ കമ്മീഷൻ ദുരുപയോഗപ്പെടുത്തുന്നു. ഇതെല്ലാം ഇവർക്കെതിരെയുള്ള വലിയ ആരോപണങ്ങളാണ്. യഥാർത്ഥത്തിൽ അതിനകത്ത് ഒരുപാട് സത്യവും നമ്മൾ കാണുന്നുണ്ട്.